മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ആയിരിക്കുന്ന ഇടങ്ങളിൽ സൂക്ഷിക്കട്ടെ എന്ന് ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയോടെ ആയിരിക്കുകയാണ്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ആണ്ടിൻ്റെ പ്രാരംഭ മാസം 5-ാമത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് ദൈവശബ്ദത്തിനായി കാതുകോർക്കുവാൻ, ഹൃദയംഗമായി കർത്താവിൻ്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കുവാൻ സർവകൃപാലുവായ ദൈവം ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ ദാനമായി നൽകിയതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അല്പനിമിഷം ഈ പ്രഭാതത്തിൽ ധ്യാനിക്കാൻ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 5-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വേദാംശത്തിലേക്ക് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ചോദിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 5-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 5-ാമത്തെ അധ്യായം. ഈ 5-ാമത്തെ അധ്യായത്തിനകത്ത് ആമേൻ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. ദാവീദ് യഹോവയുടെ സന്നിധിയിൽ താൻ ഒരുക്കത്തോടും പ്രാർത്ഥനയോടും ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുക. ചിലത് പ്രാപിക്കാൻ, ചിലത് ദാവീദ് പ്രാപിക്കാൻ വേണ്ടി ഇങ്ങനെ ദൈവസന്നിധിയിൽ ആമേൻ മുഴങ്കാലിൽ നിൽക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുക്കത്തോടെ ആര് ആയിരിക്കുമോ, എന്തെങ്കിലുമൊക്കെ പ്രാപിക്കാൻ ഒരുക്കത്തോടെ ഇന്ന് പകലിൽ ഒരു ആത്മീക വ്യക്തി നിൽക്കുന്നത് കളിക്കളത്തിലല്ല, പ്രസ്തുത അവൻ നിൽക്കുന്നത് പടക്കളത്തിലാണ്. ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കത്തോടെ ആയിരിക്കുന്നു എങ്കിൽ ഒരു വലിയ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കാൻ പോകുകയാണ്. ദാവീദ് ദൈവസന്നിധിയിൽ ഒരുക്കത്തോടെ, കേട്ടോ, യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. നിന്റെ പ്രവൃത്തി എൻ്റെ മേൽ എന്ത് ചെയ്യണം? വെളിപ്പെടുത്തണം. ഈ പ്രഭാതത്തിൽ എൻ്റെ ജീവിതത്തിനകത്ത് ആമേൻ കരിന്തിരിയായിരിക്കുന്ന ചില വിഷയങ്ങൾ, ഒരിക്കലും ഇത് തെളിയത്തില്ല എന്ന് ലോകം വിധി എഴുതുമ്പോൾ, വൈദ്യശാസ്ത്രം വിധി എഴുതുമ്പോൾ, കർത്താവേ, എനിക്കറിയാം നീ ഒന്ന് കൽപ്പിച്ചാൽ ചില അത്ഭുതങ്ങൾ ആമേൻ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. അതെ ദൈവകുഞ്ഞെ, ഇന്ന് പകലിൽ ദൈവം ഒന്ന് നമ്മുടെ ജീവിതത്തിൽ കൽപ്പിക്കാൻ തുടങ്ങിയാൽ അതിനകത്തൊരു വലിയ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. അത് ആർക്കും വർണ്ണിക്കാൻ കഴിയാത്ത വലിയ റിസൾട്ട് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം സ്വർഗം അയക്കാൻ പോകുകയാണ്. സ്തോത്രം. അതാണ് ഇവിടെ പറഞ്ഞത്, നിനക്കായി ഞാൻ ഒരുക്കി കാത്തിരിക്കുന്നു. നിന്റെ വലിയ പ്രവൃത്തി എൻ്റെ മുമ്പിൽ ആമേൻ വെളിപ്പെടണം. അതെ, നോയിക്കേ, ആമേൻ. അടുത്ത് ദാവീദ് പറയുന്നൊരു വാക്ക് കണ്ടോ, നീ ദുഷ്ടതയിൽ പ്രശംസിക്കുന്ന ദൈവമല്ല, ദുഷ്ടൻ നിന്നോട് കൂടെ പാർക്കുകയുമില്ല. കണ്ടോ, ദാവീദിനറിയാം ഇന്ന് പകൽക്കാലം ചില ദുഷ്ടചിന്തകൾ നമ്മെ വിട്ട് മാറട്ടെ. ചില ദുഷ്ടന്റെ പ്രവർത്തനങ്ങൾ, പ്രവണതകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറണം. ഒരുക്കത്തോടെ ഇരിക്കണം ദൈവസന്നിധിയിൽ, ഒരുക്കത്തോടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അതാ വചനം, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കടന്നു വരുമോ അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. ഒരുക്കത്തോടെ ആയിരിക്കുന്ന. ആമേൻ. ചിലർ എത്ര വചനം കേട്ട് വിടുതൽ പ്രാപിച്ചെന്ന് പറഞ്ഞാലും സാക്ഷിയൊക്കെ പ്രസ്താവിച്ചാലും ആ ആലയത്തിനകത്തുനിന്ന് പുറത്തിറങ്ങുമ്പോൾ അവർ പിന്നെയും ദുഃഖത്തിലേക്ക് ആഴ്ത്തിപ്പോകുകയാണ്.
അവരുടെ സന്തോഷം ആ ആലയത്തിനകത്ത് വെച്ച് തീരുകയാണ്. അത് പോരാ. ആമേൻ. ദൈവത്തിനായി ഒരുക്കി കാത്തിരിക്കുന്ന ഓരോ ദൈവപൈതലിനോടും പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, ആമേൻ, ദൈവമേ, ഞാൻ നിന്റെ സന്നിധിയിൽ ചിലത് പ്രാപിക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്. നോക്കിക്കേ, 11-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത്, യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുക. എന്നാൽ ദുഷ്ടനെയും സാഹസപ്രിയനെയും അവന്റെ ഉള്ളം വെറുക്കുന്നു. ആമേൻ. ദൈവത്തിന് വെറുപ്പുള്ള ഒന്നും രക്ഷിക്കപ്പെട്ട ദൈവപൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഒരുക്കത്തോടെ ഈ 2026 ജനുവരി 5-ാമത്തെ ദിവസം ദൈവം പറയുന്നു, ഒരുക്കത്തോടെ ചിലത് പ്രാപിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുക്കത്തോടെ ചിലത് ദൈവസന്നിധിയിൽ പ്രാപിച്ചെടുക്കാൻ യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു. നമ്മെ ശോധന ചെയ്തൊരു ദൈവമാണ്, ഭയങ്കരനായ ദൈവം. ഹല്ലേലൂയ. അത് ദാവീദിന് അറിയാം. എൻ്റെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അത്ഭുതങ്ങൾ മാത്രം ചെയ്യുന്ന കർത്താവ്. ഹല്ലേലൂയ. രഥത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ദാവീദിന് നല്ലവണ്ണം മനസ്സിലാകുന്നു. നോക്കിക്കേ, 73-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. ആമേൻ. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർക്ക് വേദന ഒന്നുമില്ലല്ലോ, അവരുടെ ദേഹം തടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. കണ്ടോ, ദാവീദ് പറയുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവകുഞ്ഞെ, ആസാബ് ഈ 73-ാം സങ്കീർത്തനം എഴുതുമ്പോൾ ആസാബ് പറയുക, നിർമ്മലമുള്ളവർക്ക് ആമേൻ തന്നെ ആമേൻ നല്ലവനാകുന്നു നിശ്ചയം. അപ്പൊ ഈ കർത്താവ് നിർമ്മലമുള്ള നിർമ്മല എന്ന് പേരിട്ടിട്ട് കാര്യമില്ല. നിർമ്മലമായ ഒരു ഹൃദയം ഉള്ള ദൈവജനത്തിന് തന്നെ അവൻ ആരാണ്? നല്ലവനാകുന്നു നിശ്ചയം. ആമേൻ. നോക്കിക്കേ, അപ്പൊ ദൈവത്തിന്റെ പ്രവർത്തികൾ, ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരുന്നേ പറ്റൂ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ദൈവവൈതലേ, ആമേൻ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്റെ കൊമ്പ് ആമേൻ മേലോട്ടുയർന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിക്കേ, ദൈവത്തിന്റെ പ്രവൃത്തിയിൽ നിൽക്കുന്ന അഭിഷക്തന്മാരോട് ദൈവം പറയുന്നു, ഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. എന്താ ഒരുക്കത്തോടെ ഇരിക്കുന്നോ? ഏതാ നിങ്ങളുടെ ഒരുക്കം? ദൈവസന്നിധിയിൽ പ്രാപിപ്പാൻ എന്താണ്, ഏതൊരുക്കത്തിലായിരിക്കുന്നേ? ആ ഒരുക്കത്തിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ പോകുകയാ. ഏതാ നിങ്ങളുടെ ഒരുക്കം? എന്താ നിങ്ങളും ദൈവമായിട്ടൊരു ബന്ധം? എങ്ങനെയാ ബന്ധം തുടങ്ങിയത്? ഏത് നിലയിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഇത്യാദി കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം, ആമേൻ, സ്തോത്രം, ദൈവകുഞ്ഞുങ്ങൾ ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയോടും ഒരുക്കത്തോടുമായിരുന്നാൽ, ഹല്ലേലൂയ, ദൈവം നിങ്ങളെ മാനിക്കുവാൻ ഇന്ന് പകൽക്കാലം ഇറങ്ങി വന്നിട്ടുണ്ട്. കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി
ഒരുക്കി ഞാൻ കാത്തിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കാത്തിരിക്കുന്നു കർത്താവേ, എൻ്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ. കർത്താവിലേക്ക് ഏൽപ്പിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ദൈവജനത്തെ അനുഗ്രഹിക്കണം, മാനിക്കണം, ക്രൂശിൻ്റെ മറവിൽ മറയ്ക്കണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് വേണ്ട എല്ലാ നന്മകളും കർത്താവ് തന്ന് ഞങ്ങളെ പരിപാലിക്കണം. ഒന്നും ദുഷ്ടൻ തടയാതെ, ദുഷ്ടൻ്റെ പ്രവർത്തനം ഒരു വിഷയത്തിലും വെളിപ്പെടാതെ കർത്താവ് ഞങ്ങളെ പരിപാലിക്കണം. സ്നേഹിക്കണമേ അപ്പ. പുതിയ വഴികളെ തുറക്കണമേ, അത്ഭുതങ്ങളെ ചെയ്യണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവ് ഞങ്ങൾക്ക് ഇന്ന് വേണ്ടിയതെല്ലാം തരുവാൻ കർത്താവ് ശക്തനാണ്. ഞങ്ങൾ ഒരുക്കത്തോടെ ആയിരിക്കുന്നു അപ്പ. കുറവുകളെ ക്ഷമിക്കണം, ദൈവകൃപയിൽ പൊതിയണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.